ഡോൾബിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റാണ് ഡോൾബി അറ്റ്മോസ്. ഡോൾബി അറ്റ്മോസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ സറൗണ്ട് സൗണ്ട് ഫോർമാറ്റ്സ് എല്ലാം താഴത്താണ്, നമ്മുടെ നമ്മുടെ ചുറ്റുമാണ് അതിൻ്റെ സ്പീക്കേഴ്സ് ഉള്ളത്. ഡോൾബി അറ്റ്മോസിൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ 2 4 അല്ലെങ്കിൽ തിയേറ്ററിലൊക്കെ ആണെങ്കിൽ വളരെയധികം ചാനൽസ് ഉണ്ട്, അധികം സ്പീക്കേഴ്സ് നമ്മുടെ തലയ്ക്ക് മുകളിൽ പിടിപ്പിച്ചിരിക്കുന്നു. അപ്പം മുകളിൽ നിന്ന് താഴേക്ക് ഒരു ഡൗൺ ഫയറിങ് അല്ലെങ്കിൽ താഴെ നിന്ന് അപ്പ് ഫയറിങ് ചെയ്തിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സൗണ്ട്, അങ്ങനെ നമുക്ക് മുകളിൽ നിന്ന് സൗണ്ട് വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പല എഫക്ട്സും നമുക്ക് അഡീഷണൽ ആയിട്ട് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഒരു എയ്റോപ്ലെയിൻ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ പറന്നു പോകുന്ന ഒരു സൗണ്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പക്ഷി അല്ലെങ്കിൽ ഒരു ഡൈനോസർ അല്ലെങ്കിൽ ഡ്രാഗണൊക്കെ പറന്നു പോകുന്ന സൗണ്ട് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ തലയുടെ മുകളിൽ കൂടെ തന്നെ സൗണ്ട് വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഹെലികോപ്റ്ററൊക്കെ നമ്മുടെ തലയ്ക്ക് ചുറ്റും പറന്ന് പണ്ടൊക്കെ നമുക്ക് സൈഡിൽ നിന്നുള്ള സൗണ്ടായിട്ടേ കിട്ടിയിരുന്നുള്ളൂ. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് ആ ഫീൽ നമുക്ക് വരുത്താൻ സാധിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ടൈപ്പാണ്. ഒന്നില്ലെങ്കിൽ മുകളിൽ സ്പീക്കർ വയ്ക്കാം, അതല്ലെങ്കിൽ താഴെ തന്നെ സ്പീക്കർ വെച്ചിട്ട് മുകളിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്. ബിക്കോസ് കുറേ സ്പീക്കേഴ്സ് വേണ്ടി വരും. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് എനേബിൾഡ് ആയിട്ടുള്ള AVRs വളരെ വില കൂടുതലാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വയറിങ്, നിങ്ങളിപ്പോൾ ഒരു ആൾറെഡി ഫിനിഷ്ഡ് ആയിട്ടൊരു വീടാണെങ്കിൽ അതിൻ്റെ ചുമരൊക്കെ കുത്തിപ്പൊളിച്ച് വയറിങ് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ ഒരു വൃത്തികേടാണ് പുറത്തൊക്കെ ഇത്രയും വയേഴ്സ്, നമ്മുടെ സീലിങ്ങിലൊക്കെ വയേഴ്സ് ഇങ്ങനെ നമ്മൾ പുറത്ത് കൂടി കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഇത്. നിങ്ങൾ ഒരു വീട് പണിയുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ആൾറെഡി വയറിട്ട് വയ്ക്കാം, അത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. അതല്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് ഇത് ചെയ്യേണ്ടി വരും, വീടൊക്കെ കുത്തിപ്പൊളിച്ച് വൃത്തികേടാക്കേണ്ടി വരും. പക്ഷേ അതുപോലെ തന്നെ ഈ ചിലവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമുക്ക് വളരെ ചുരുങ്ങിയ ചിലവിൽ ഇങ്ങനെയൊന്നും ഈ കുത്തിപ്പൊളിക്കലും ഒന്നും ചെയ്യാതെ എങ്ങനെ ഡോൾബി അറ്റ്മോസ് സൗണ്ട് ആസ്വദിക്കാം എന്നുള്ളതാണ്. എസ്പെഷ്യലി നിങ്ങളൊരു വീട്ടിലൊക്കെ ഒരു ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആളാണെങ്കിൽ എങ്ങനെ ഇത് ആസ്വദിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വാടകയ്ക്കൊരു ഫ്ലാറ്റാണ്, നമ്മൾ മാറുകയാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് കുത്തിപ്പൊളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനായിട്ടുള്ളൊരു സൊല്യൂഷനാണ് ഡോൾബി എനേബിൾഡ് ആയിട്ടുള്ള സൗണ്ട് ബാർസ്. അപ്പോൾ നമ്മൾ ഈ നേരത്തെ കണ്ട ഇതിനെയൊക്കെ നമ്മൾ വിർച്വലായിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെറിയ സ്പീക്കേഴ്സൊക്കെ വെച്ചിട്ട്, നമ്മൾ വയർലെസ് സ്പീക്കേഴ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഡോൾബി അറ്റ്മോസിനെ എമുലേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് ഡോൾബി എനേബിൾഡ് ആയിട്ടുള്ള സൗണ്ട് ബാർസ്. അപ്പോൾ ഡോൾബി എനേബിൾഡ് ആയിട്ടുള്ള സൗണ്ട് ബാർസിൽ നമുക്ക് ഈ സെയിം എഫക്റ്റ്, നമുക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന അതേ എഫക്റ്റ് നമ്മൾ ഒറ്റ സൗണ്ട് ബാറിൽ നിന്ന് വരുന്ന സ്പീക്കേഴ്സോ അല്ലെങ്കിൽ ബാക്കിൽ വെക്കുന്ന 2 എക്സ്ട്രാ സ്പീക്കേഴ്സോ വെച്ചിട്ട് നമ്മൾ എമുലേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. 2 തരത്തിൽ ഈ ഡോൾബി അറ്റ്മോസ് നമുക്ക് കിട്ടും. അതായത് നമുക്ക് നമ്മുടെ സൗണ്ട് ബാർസിൽ തന്നെ മുകളിലേക്ക് ഫയർ ചെയ്യുന്ന സ്പീക്കേഴ്സ് ഉണ്ടാവും. അതായത് 2 സ്പീക്കേഴ്സ് അല്ലെങ്കിൽ 4 സ്പീക്കേഴ്സ് മുകളിലേക്ക് ഫയർ ചെയ്യുന്നതായിട്ട് കാണാം. ആ മുകളിലേക്ക് ഫയർ ചെയ്യുന്ന സ്പീക്കറിൽ നിന്ന് നമ്മുടെ സീലിങ്ങിൽ പോയിട്ട് സീലിങ്ങിൽ നിന്ന് തട്ടി താഴേക്ക് സൗണ്ട് തിരിച്ചു വരും. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഒരു അറ്റ്മോസ് ഫീൽ കിട്ടും. രണ്ടാമത്തെ ടൈപ്പ് ഉള്ളതാണ് വിർച്വലൈസേഷൻ. അതായത് അവർ ഡോൾബിയുടെ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ സെയിം സൗണ്ട് നമ്മുടെ സാധാരണ സൗണ്ട് ബാറിൽ നിന്ന് റീക്രിയേറ്റ് ചെയ്യുന്നു. അത് ഡോൾബിയുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിൽറ്റേഴ്സാണ്, അവരുടെ ഇലക്ട്രോണിക്സ് ആണ്, അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ടൈപ്പിലാണെങ്കിൽ നമ്മുടെ സീലിംഗ് പ്ലെയിൻ ആയിരിക്കണം, സീലിങ്ങിൽ ഒബ്സ്ട്രക്ഷൻസ് ഒന്നും പാടില്ല. ഇപ്പോൾ ഷാൻഡലിയേഴ്സ് പോലത്തെ സാധനങ്ങളൊന്നും തൂക്കിയിട്ട് കഴിഞ്ഞാൽ അവിടെ ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ചുമരും എന്തെങ്കിലും തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒബ്സ്ട്രക്ഷൻസ് ഒന്നും പാടില്ല. രണ്ടാമത്തെ ടൈപ്പിലാണെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. പക്ഷേ കൂടുതൽ എഫക്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞ ടൈപ്പിനായിരിക്കും. ഇതുപോലെ തന്നെ വിർച്വലൈസേഷൻ അല്ല, കറക്റ്റായിട്ട് ഹൈറ്റ് ചാനൽസ് ഉള്ള സൗണ്ട് ബാർസിലായിരിക്കും നമുക്ക് അതിൻ്റെ ഫുൾ എഫക്റ്റ് കിട്ടുന്നത്. പിന്നെ ചില സൗണ്ട് ബാർസിൽ നമ്മൾ അഡീഷണലായിട്ട് 2 സ്പീക്കേഴ്സ്, നമ്മുടെ സറൗണ്ട് സ്പീക്കേഴ്സ് അഡീഷണലായിട്ട് വയർലെസ് ആയിട്ടുള്ള സ്പീക്കേഴ്സ്, വയർഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് ഉണ്ട്. പക്ഷേ അറ്റ്മോസ് സൗണ്ട് ബാർസിലൊക്കെ മിക്കവാറും വയർലെസ് ആയിട്ടുള്ള 2 അഡീഷണൽ സ്പീക്കേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ബാക്കിൽ, നമ്മുടെ കറക്റ്റ് ബാക്കിൽ വെക്കാൻ പറ്റും അങ്ങനത്തെ സ്പീക്കേഴ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഇതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാം, മുകളിലേക്ക് ഫയർ ചെയ്യുന്ന 2 സ്പീക്കേഴ്സ്, ഫ്രണ്ടിലേക്ക് ഫയർ ചെയ്യുന്ന സ്പീക്കേഴ്സ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് നിങ്ങൾക്ക് കാണാം. ഇത് JBLൻ്റെ ഒരു സൗണ്ട് ബാറാണ്. ഇതൊരു 9.1 സൗണ്ട് ബാറാണ്. 9.1 എന്ന് പറയുമ്പോൾ ഇതിൽ മുകളിലേക്ക് ഫയർ ചെയ്യുന്ന 4 സ്പീക്കേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡിൽ 2 ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള സ്പീക്കേഴ്സ് കാണാം. ആ ഡിറ്റാച്ചബിൾ സ്പീക്കേഴ്സ് നമ്മുടെ ബാക്കിൽ, വയർലെസ് സ്പീക്കേഴ്സാണ്. അത് നമ്മുടെ ബാക്കിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് മുകളിലേക്ക് പോവും, സൈഡിലേക്കുള്ള സറൗണ്ടും കിട്ടും. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് മുകളിലേക്ക് പോവും, സൈഡിലേക്കുള്ള സറൗണ്ടും ഉണ്ടാവും. അങ്ങനെ 9.1 ചാനലിൻ്റെ ഒരു JBLൻ്റെ സൗണ്ട് ബാറാണത്. ഇതിൻ്റെയൊക്കെ പ്രൊഡക്ട്സിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്കിലിരിക്കുന്ന നമ്മളിതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് ബാക്കിലേക്ക് വെച്ചാൽ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം ബാക്കിലിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ മുകളിലേക്ക് പോയിട്ട് ഒരു സൗണ്ട് വേവ് മുകളിലേക്ക് പോവും. പിന്നെ നമുക്ക് അതിൻ്റെ സറൗണ്ട് സൗണ്ട്, സൈഡിലേക്കുള്ള സറൗണ്ട് സൗണ്ട് കിട്ടും. അപ്പോൾ മൊത്തത്തിൽ അങ്ങനെ ഒരു ഡോൾബി അറ്റ്മോസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു കുത്തിപ്പൊളിക്കലോ അല്ലെങ്കിൽ വയറുകളോ ഒന്നും വരുന്നില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് അസംബിൾ ചെയ്യാം. പിന്നെ നമ്മൾ വീട് മാറിപ്പോവുകയാണെങ്കിൽ അവിടെ നിന്നൊക്കെ എടുത്തു കൊണ്ടുപോകാനും എളുപ്പമാണ്. ഇത് മുഴുവൻ അഴിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് സെറ്റപ്പ്. ഇത് തന്നെയാണ് ഡോൾബി സൗണ്ട് ബാർസിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഡോൾബി സൗണ്ട് ബാർ
ഡോൾബി അറ്റ്മോസ് എഫക്റ്റ് കിട്ടുകയും ചെയ്യും. നമ്മൾക്ക് സാധാരണ ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡോൾബി അറ്റ്മോസ് ഹോം തിയേറ്റർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ കോസ്റ്റ്ലിയാണ്. ബിക്കോസ് ഒരു 80,000 ആ റേഞ്ചിലൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. AVRസിൻ്റെ വില വളരെ കൂടിപ്പോയി. AVRസൊക്കെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് സ്പീക്കേഴ്സ് എന്ന് പറയുമ്പോൾ മുകളിലേക്കുള്ള സ്പീക്കേഴ്സ് വേണം, സൈഡിലേക്കുള്ള സ്പീക്കേഴ്സ് വേണം. പിന്നെ ഇതെല്ലാം നമുക്ക് വയറിങ് നടത്തണം. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. സൗണ്ട് ബാർസ് ആകുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്ററിലാണ് എഫക്റ്റ് കൂടുതൽ കിട്ടുക. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള എഫക്റ്റ് കിട്ടണമെങ്കിൽ വിർച്വലൈസേഷനിലും റിഫ്ലക്ഷനിലൊക്കെ കൂടുതൽ കറക്റ്റായിട്ട് മുകളിൽ തന്നെ സ്പീക്കർ വരുമ്പോഴാണ് കിട്ടുക. പക്ഷേ നിങ്ങൾക്ക് അഥവാ കോസ്റ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്, അല്ല നിങ്ങളൊരു ഫ്രീക്വൻ്റ്ലി എന്താ പറയുക ഒരു ട്രാൻസ്ഫറബിൾ ജോബാണ് നിങ്ങളൊരു സിറ്റിയിൽ നിന്ന് വേറെ സിറ്റിയിലേക്ക് താമസം മാറും. അപ്പോൾ നിങ്ങളുടെ ഫ്ലാറ്റിലൊക്കെ വെക്കാനാണെങ്കിൽ നിങ്ങൾ വേറെ ഫ്ലാറ്റ് മാറിപ്പോകുമ്പോൾ ഇത് എടുത്തുകൊണ്ട് പോകാൻ എളുപ്പമാണ്. ഹോം തിയേറ്റർ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുഴുവൻ ഊരി എടുത്തുകൊണ്ട് പോകണം. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കിപ്പോൾ ആൾറെഡി നിങ്ങളുടെ വീട് ഫുൾ ഫിനിഷ്ഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അഡീഷണലായിട്ട് ഒരു ഹോം തിയേറ്റർ വെക്കാനുള്ള മുഴുവൻ കുത്തിപ്പൊളിക്കേണ്ട കാര്യം, നിങ്ങളുടെ ലിവിംഗ് റൂമിലാണ് നിങ്ങൾ ഹോം തിയേറ്റർ വെക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ചുമരൊക്കെ കുത്തിപ്പൊളിക്കുക, അതുപോലെ നിങ്ങളുടെ സീലിംഗ് ഒക്കെ കുത്തിപ്പൊളിച്ച് വയറിടേണ്ട കാര്യമില്ല. ഇതിൽ നമുക്ക് ഡയറക്റ്റായിട്ട് വളരെ സിമ്പിളായിട്ട് അസംബിൾ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പ്രോഡക്ട്സിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഏകദേശം 15,000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു JBLൊക്കെ ഒരു 1 lakh, ഒരു 50,000 1 lakh റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ വളരെ വില കൂടിയ സോണിയുടെയൊക്കെ ടൈപ്പ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ഡോൾബി ഹോം തിയേറ്ററിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ഡേ.